വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേരളത്തിൽ അധികാരം പിടിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. ആകപ്പാടെ കേരളത്തിൽ അവർക്ക് വിജയസാധ്യതയുള്ളതായിട്ട് 3-4 മണ്ഡലങ്ങൾ മാത്രമാണ് ഉള്ളത്. ആ മണ്ഡലങ്ങളിൽ തന്നെ അവസാന മണിക്കൂറുകളിലേക്ക് പരസ്യപ്രചരണം കടക്കുമ്പോൾ തോൽവി ഏതാണ്ട് BJP ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് ഈ പറയുന്ന BJPക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ, തമ്മിലടികളൊക്കെ തന്നെ നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്തെ BJP A ക്ലാസ് മണ്ഡലമായി കാണുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വട്ടിയൂർക്കാവ്. അവിടെ അവരുടെ സ്ഥാനാർത്ഥി നിലവിലെ കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായിട്ടുള്ള മുൻ IPS ഉദ്യോഗസ്ഥ R. ശ്രീലേഖയാണ്. ശ്രീലേഖ BJPയുടെ സംസ്ഥാനത്തെ ഉപാധ്യക്ഷ ആണ്. മുൻപ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ മേയറാക്കാമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഭരണം കിട്ടിയപ്പോൾ VV രാജേഷിനെയാണ് മേയറാക്കിയത്. അതിലുൾപ്പെടെ തനിക്കുള്ള അതൃപ്തി പരസ്യമായിട്ട് പലതവണ R. ശ്രീലേഖ പ്രകടിപ്പിക്കുകയും അത് BJPയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ആ മേയറായിട്ടുള്ള VV രാജേഷിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അവസാന നിമിഷം വരെ ഇരുന്നിട്ട് VV രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയും ശ്രീലേഖ ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് അതിനുശേഷം ഈ കോർപ്പറേഷൻ ഭരണം BJP പിടിച്ച ശേഷം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വേദിയിൽ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ബാക്കി എല്ലാ നേതാക്കളും നരേന്ദ്രമോദിയെ ചെന്ന് യാത്ര അയക്കുമ്പോൾ ഒരിടത്ത് സ്റ്റാച്യു പോലെ മാറി നിന്നുകൊണ്ട് പ്രോട്ടോകോൾ പാലിച്ചതാണ് എന്ന് പിന്നീട് വിശദീകരിച്ച ശ്രീലേഖയെ നമ്മൾ കണ്ടു. ഒപ്പം ഈ വിജയിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ച ശേഷം അവിടുത്തെ മേയർ ഉൾപ്പെടെയുള്ള ഒരു സംഘം ആളുകൾ ഡൽഹിയിലേക്ക് യാത്രയ്ക്ക് ഒരു പര്യടനം നടത്തി. ആ പര്യടനത്തിൽ പങ്കെടുക്കാതെ ആ ശ്രീലേഖ വിട്ടുനിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് മാധ്യമങ്ങളോടൊക്കെ എപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ പാർട്ടിയെയും മുന്നണിയെയും എല്ലാം പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ശ്രീലേഖ. ഈ മേയർ സ്ഥാനം തനിക്ക് വാഗ്ദാനം ചെയ്താണ് തന്നെ കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിച്ചത്. അവസാനം തനിക്ക് അത് തരാതെ പറ്റിച്ചതുൾപ്പെടെ അവർ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ BJPയെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പലപ്പോഴും വിട്ടിലാക്കി പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു നേതാവാണ് ഈ R. ശ്രീലേഖ. അവരെ BJPയിലെത്തി 2 വർഷം കഴിഞ്ഞിട്ടും ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിട്ട് അവർക്ക് പരിവർത്തനം ചെയ്യപ്പെടാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ നമ്മളിപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടത്. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലെ നിയമസഭാ മണ്ഡലത്തിൽ അവിടുത്തെ പ്രമുഖരുമായിട്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കറിൻ്റെ ഒരു സംവാദ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് പരിപാടി നടന്നത്. പരിപാടിയിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള R. ശ്രീലേഖയുണ്ട്. ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നേമത്തെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള രാജു ചന്ദ്രശേഖർ പങ്കെടുക്കുന്നുണ്ട്. മേയറുണ്ട്. അങ്ങനെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം ഉണ്ട്. ആ ചടങ്ങിൽ S. ജയശങ്കർ ഈ സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞപ്പോൾ നേമത്തെ രാജു ചന്ദ്രശേഖരൻ്റെ പേര് മാത്രമാണ് പറഞ്ഞത്. സത്യത്തിൽ അത് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പരിപാടിയായിരുന്നു, തെരഞ്ഞെടുപ്പ് പരിപാടിയായിരുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥി R. ശ്രീലേഖയാണ്. ശ്രീലേഖയുടെ പേര് S. ജയശങ്കർ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞില്ല, അല്ലെങ്കിൽ ശ്രീലേഖയുടെ പേര് പരാമർശിക്കുകയോ ചെയ്തില്ല. ഇതിൽ പ്രകോപിതയായി R. ശ്രീലേഖ അവിടെ നിന്നും പരിപാടി ബഹിഷ്കരിച്ച് വേദി വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് ഈ ശ്രീലേഖയെ പുറത്തുനിന്ന RSSൻ്റെയും BJPയുടെയും ഒക്കെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് സംസാരിച്ച് അവരെ അനുനയിപ്പിച്ച് പിന്നീട് തിരികെ ഈ പറയുന്ന പോലെ വേദിയിൽ കൊണ്ടിരുത്തി അവിടെ പിന്നീട് അവർ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ശ്രീലേഖ പരിപാടിയിൽ നിന്നും ബഹിഷ്കരിച്ചുകൊണ്ട് അവർ പ്രകോപിതയായിട്ട് ആ പരിപാടി ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്നതും പുറത്തു പോയി നിന്ന് പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അവരോട് സംസാരിക്കുന്നതും അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഉൾപ്പെടെയുള്ള അതിൻ്റെ ദൃശ്യങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവരെ പ്രകോപിപ്പിച്ചത് തൻ്റെ പേര് S. ജയശങ്കർ അവിടെ പറഞ്ഞില്ല. ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പോലും അല്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ് അവിടെ ഈ പറയുന്ന പോലെ ജയശങ്കർ പറഞ്ഞത്. അപ്പോൾ തൻ്റെ പേര് പറയാത്ത ഒരു പരിപാടി, തനിക്ക് വേണ്ടി അല്ലാത്ത ഒരു പരിപാടി അവിടെ എന്തിനു താനിരിക്കണം? തനിക്ക് വേണ്ടിയാണ്, വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ് ആ പരിപാടി നടത്തിയത്. അങ്ങനെയുണ്ടെങ്കിൽ തൻ്റെ പേരാണ് അവിടെ പറയേണ്ടത്. എന്നാൽ തൻ്റെ പേര് പറയാതെ നേമം മണ്ഡലത്തിലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് മാത്രം പരാമർശിച്ചു. അത് ശരിയായ ഒരു രീതിയല്ല. അങ്ങനെ തൻ്റെ പേര് പരാമർശിക്കാത്ത, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി അല്ലാത്ത ഒരു പരിപാടിയിൽ താൻ എന്തിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ശ്രീലേഖ ഇറങ്ങിപ്പോയത്. എന്തായാലും ഇത്തരത്തിൽ പലയിടങ്ങളിലും പ്രമുഖരായിട്ടുള്ള ദേശീയ നേതാക്കൾ വരുമ്പോൾ അവിടെയെല്ലാം ചിലർക്ക് മാത്രമാണ് പരിഗണന കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന തിരുവല്ലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് പത്തനംതിട്ടയിലെ പല BJPയുടെ NDAയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ആ പരിപാടിയിൽ പങ്കെടുത്തു. എന്നാൽ
ആ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പേരെടുത്ത് പറഞ്ഞത് തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അനൂപ് ആന്റണിയുടെ പേര് മാത്രമാണ്. ആറന്മുളയിലെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള കുമ്മൻ രാജശേഖരനുണ്ട്. അവരുടെ ഒന്നും പേര് പറഞ്ഞില്ല. ആ വിഷയത്തിൽ കുമ്മൻ രാജശേഖരൻ ഉൾപ്പെടെ വലിയ രീതിയിൽ അതൃപ്തിയുണ്ട്. എന്തുകൊണ്ട് തൻ്റെ പേര് മാത്രം പ്രധാനമന്ത്രി പരാമർശിച്ചില്ല എന്നതുൾപ്പെടെ ഉള്ള വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രതിഷേധം കുമ്മൻ രാജശേഖരൻ ഉൾപ്പെടെ നടത്തിയപ്പോൾ അത്തരത്തിൽ മൊത്തത്തിൽ പലയിടങ്ങളിലും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥികൾക്കെല്ലാം തന്നെ ഉണ്ട്. പ്രമുഖരായിട്ടുള്ള മുതിർന്ന നേതാക്കളെ ഒക്കെ തന്നെ ഈ പറയുന്ന ദേശീയ നേതാക്കൾ ഉൾപ്പെടെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ പലർക്കും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ വട്ടിയൂർക്കാവിലും കണ്ടിരിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ ഇതിനോടകം ശ്രീലേഖ തോൽവി ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തോടു കൂടി കൂടുതൽ പാർട്ടിക്കകത്ത് ഒരു അനഭിമതയായിട്ട് ശ്രീലേഖ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളാണ്. ആ സമയത്തെ ഇത്തരമൊരു അവരുടെ പെരുമാറ്റം അത് പാർട്ടിയിൽ അവർക്ക് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ BJP ദയനീയമായിട്ട് 3ാം സ്ഥാനത്ത് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ശ്രീലേഖയുടെ ഇന്നത്തെ പെരുമാറ്റം അതിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയാണ്. അവരുടെ പേര് പറയാതെ പോകുന്നത് ശരിയായ നടപടിയല്ല. പക്ഷേ ആ സാഹചര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം അത് അവർക്ക് വ്യക്തിപരമായിട്ടും വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.